ഹലോ മൈ ഗൈസ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല. മീൻസ് ഞങ്ങൾ പുറത്തായതുകൊണ്ട് തന്നെ സമയം കിട്ടാറില്ല. എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്നായിരുന്നു ഗൈസ് എനിക്ക് സമയം കിട്ടിയത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ദുബായ് മാൾ, ബുർജ് ഖലീഫ ആ ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. കാറിൽ പോയിട്ട് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്താണ് ഞാൻ. മീൻസ് അവിടെ വെച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ സംഭവം കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പ്രേമലു എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു. മറ്റേ കോയിൻ ഇട്ടിട്ട് ആ ഒരു ചോക്ലേറ്റ് എടുക്കണം ആ ഒരു സംഭവം. അവിടെ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ നല്ല ക്യൂട്ട് ക്ലിപ്സ് എടുത്തു. മെട്രോയിൽ കയറി. ആ കണ്ണാണ് ഗൈസ് എയർപോർട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു എയർപോർട്ട് നമുക്ക് കാണാം. അപ്പുറത്ത് വേറെ മെട്രോയും പോകണ്ടായിരുന്നു. പോണ വഴിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോണ വഴിക്ക് ഒരു സംഭവം കൊണ്ട് ഗൈസ്, മറ്റേ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇവിടെ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. പോയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അവിടെ ഓൾറെഡി ഞങ്ങൾ പോയതാണ്. അതാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബുർജ് ഖലീഫ. അത് അറ്റത്ത് നിന്ന് കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്. പക്ഷെ ഞങ്ങൾ കുറച്ചൊക്കെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഒരു ഹൈറ്റ് മനസ്സിലായി. എന്നിട്ട് ആ ഒരു ദുബായ് മാളിൻ്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ കടന്നു. എൻട്രൻസിലേക്ക് കിടക്കാനായിട്ട് കുറേ ഉണ്ടായിരുന്നു ഗൈസ്. കുറേ നടക്കാനുണ്ടായിരുന്നു. കുറേ നടന്നിട്ടായിരുന്നു ആ ഒരു എൻട്രൻസിലേക്ക് ഞങ്ങൾ കടന്നത് തന്നെ. ഞങ്ങൾ എൻട്രൻസിൽ കടന്നപ്പോൾ കുറേ പേര് പെയിൻറ്റ് ചെയ്ത് വെച്ച കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ മെയിനായിട്ടൊന്നും മേടിച്ചില്ല. മീൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മെയിനായിട്ട് അവിടെ നിന്നും മേടിച്ചിരുന്നില്ല. പിന്നെ അവിടെ നല്ല ലൈറ്റ് ഇട്ടിട്ടുള്ള നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇത് ഇതിനിട്ടതാന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ഇതുപോലെ ഇങ്ങനെ ലൈറ്റ് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ദുബായ് മാളിൻ്റെ ഒരു പുറത്തേക്ക് എത്തി, ഒരു ബുർജ് ഖലീഫ ആ ഒരു ഭാഗത്തേക്ക് എത്തി. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ബുർജ് ഖലീഫ എടുത്ത് നിന്നിട്ട് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല വ്യൂസ് ആയിരുന്നു ഗൈസ്. നല്ല അടിപൊളിയായിട്ടുള്ള സീനൊക്കെ ആയിരുന്നു. ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്തെ ആ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതല്ല, ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോഴാണ് ഗൈസ് അപ്രതീക്ഷിതമായിട്ട് മിനിസോ കണ്ടത്. മിനിസോ എന്ന് പറയുമ്പോൾ ക്യൂട്ട് ഐറ്റംസൊക്കെ ഉള്ള അതുപോലെ തന്നെ എസ്തെറ്റിക് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ് മിനിസോ. അപ്രതീക്ഷിതമായി കയറിയാണ്. ഞാൻ കുറേ നാളായി മിനിസോ എവിടെയാണെന്ന് ഇങ്ങനെ തപ്പിയടക്കുന്നു. പെട്ടെന്ന് ഇന്ന് കണ്ടത്. അവിടെ കയറിയിട്ട് കുറച്ച് ക്യൂട്ട് ഐറ്റംസൊക്കെ വീഡിയോസ് എടുത്തു. മീൻസ് ഒന്നും മേടിച്ചില്ല. അത്യാവശ്യം എക്സ്പെൻസീവാണ് മിനിസോ, എന്നാലും മേടിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മേടിച്ചില്ല. പിന്നെ കുറേ എന്താ പറയുക, നല്ല ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നോക്കി. ഈ പെണ്ണൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. മറ്റേ ഒരു ബോട്ടിലുണ്ടല്ലോ ഞാൻ ആദ്യം കഴിച്ചത്, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കിതുപോലത്തെ എസ്തെറ്റിക് സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ മെട്രോ വിളിച്ചിട്ട് കാറിന് ഞങ്ങൾ റസ്തിയ പാൾസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്.